ഇത് വേർപിരിഞ്ഞ ബന്ധങ്ങളുടെ കഥയാണ്. രണ്ട് ലോകപ്രസിദ്ധമായ കായിക ചരക്കുകളുടെ ബ്രാൻഡുകളായ പൂമയും അഡിഡാസും ഒരേ കുടുംബത്തിൽ നിന്നുള്ള സഹോദരന്മാരാൽ ആരംഭിക്കപ്പെട്ടതും പിന്നീട് കടുത്ത മത്സരം കൊണ്ട് വേർപിരിഞ്ഞതുമാണ്. ഇതിനെപ്പറ്റി മല്ലു എക്കോസ് വിശദമായി മനസ്സിലാക്കിത്തരും. പൂമയും ആഡിഡാസും ഒരു സഹോദരങ്ങളുടെ കഥ. പൂമയും ആഡിഡാസും ഇന്ന് ലോകത്തെ മുൻനിര കായിക ഷൂ നിർമ്മാതാക്കളാണ്. എന്നാൽ ഈ ബ്രാൻഡുകളുടെ ഉദ്ഭവത്തിൽ ഒരു ഗംഭീരമായ സഹോദരവിരുദ്ധതയും കുടുംബവിച്ഛേദവും അടങ്ങിയിട്ടുണ്ട്. ജർമ്മനിയിലെ ഹെർസോഗനൊറാക്ക് എന്ന ഗ്രാമത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. 1924 അഡോൾഫ് ഡാസ്ലർ എന്നയാൾ തന്റെ സഹോദരനായ റൂഡോൾഫ് ഡാസ്ലറിന്റെ സഹകരണത്തോടെ ഡാസ്ലർ പ്രദേശ് ഷൂ ഫാക്ടറി എന്ന കമ്പനി ആരംഭിച്ചു. ഇരുവരും ഒന്നിച്ച് നല്ല വിജയങ്ങൾ കൈവരിച്ചു. 1936 ഒളിമ്പിക്സിൽ ജെസ്സി ഓവൻസ് ധരിച്ച ഷൂകൾ ഇവർ നിർമ്മിച്ചവയായിരുന്നു. ഇത് അവർക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. എങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം വളർന്നു. പലരും പറയുന്നു ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പറഞ്ഞ ചില വാക്കുകൾ കൊണ്ടാണ് തർക്കത്തിന് തുടക്കം വെച്ചതെന്ന്. മറ്റൊരു വാദം റൂഡോൾഫ് ജർമ്മൻ പട്ടാളത്തിൽ ചേർന്നതും അഡോൾഫ് ജർമ്മൻ പാർട്ടിക്ക് വിമുഖനായതുമാണ് അടിപതനം എന്ന് പറയുന്നു. അവസാനമായി ഇരുവരും താന്തോന്നിയായിരുന്നു. 1948 അവർ ഔദ്യോഗികമായി വിഭജിച്ചു. അഡോൾഫ് തന്റെ പുതിയ കമ്പനിക്ക് തന്റെ പേര് വഴിയാണ് പേരിട്ടത്. അഡിഡാസ്ലർ അഡിഡാസ്, റൂഡോൾഫ് താനും റൂഡ ചേർത്ത് റൂഡ എന്ന് ആദ്യം പേരിട്ടെങ്കിലും പിന്നീട് അത് പൂമ ആയി മാറി. ഇരുവരും ഒരേ ഗ്രാമത്തിൽ വേറേറെ ഷൂ ഫാക്ടറികൾ നടത്തി. ആ ഗ്രാമം ശ്രദ്ധയുടെ ഗ്രാമം എന്ന് അറിയപ്പെട്ടിരുന്നു. കാരണം ഓരോ വ്യക്തിയും ഒരാളുടെ കമ്പനിയിലോ മറ്റുള്ളതിലോ കടുപ്പം കാണിച്ചിരുന്നു. സ്കൂളുകളും റെസ്റ്റോറന്റുകളും പോലും ആഡിഡാസും പൂമയുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞിരുന്നു. വർഷങ്ങളോളം ഈ വൈരാഗ്യം തുടർന്നു. ഇരുവരും മരിക്കുന്നതുവരെ ഒരുമിച്ച് ഒന്നും ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ 2009 ഇരു കമ്പനികളും പീസ് മാച്ച് എന്ന ഫുട്ബോൾ മത്സരം നടത്തി സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇന്നും ആഡിഡാസും പൂമയും ജൈവരീതിയിലുള്ള മത്സരം തുടരുന്നു. ഈ കഥ ഒരു കുടുംബ തർക്കം എങ്ങനെ ആഗോള വ്യവസായത്തെ സ്വാധീനിക്കാമെന്ന് തെളിയിക്കുന്ന മികച്ച ഉദാഹരണമാണ്.